ഹലോ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? ഇന്നെന്താണോ ക്ലാസ്സിൽ പോയിരിക്കാണ് പുതിയ അളവ്? നീലം കയ്യിലെ തോർത്ത് സ്റ്റാൻഡ് വിരിച്ചോണ്ട് ചോദിച്ചു. എനിക്ക് അബ്ലൂട്ടോഫോമിയാണ് നീല. ഓഹോ, അതെന്താണോ ഇനി? അതൊരു വലിയ അസുഖ. അത് കേട്ട നീലൻ്റെ മുഖം പതിയെ മാറാൻ തുടങ്ങിയിരുന്നു. എന്തസുഖം? അത്രയും നേരം മുഖത്ത് പുഞ്ചിരി നിറഞ്ഞ നീലൻ്റെ മുഖത്ത് ടെൻഷൻ നിറഞ്ഞു. അവൻ അപ്പുവിൻ്റെ അരികിൽ ഗൗരവത്തിൽ വന്നിരുന്നു. വേണ്ട നീല, നീ അതറിയണ്ട. നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. നീ ഇതൊക്കെ എന്തൊക്കെയാ പറയണ അപൂർണ? എന്താ എന്താ നിനക്ക് പറ്റിയ? ഇത് കേരളത്തിലെ 85 പെൺകുട്ടികളും കണ്ടുവരുന്ന അസുഖ. രാവിലെ എണീറ്റ് കുളിക്കാൻ കഴിയാത്ത അവസ്ഥ. അറിവില്ലാത്ത ചിലർ അതിനെ മടിയെന്നൊക്കെ വിളിക്കും. ഇവളെ ഇന്ന് ഞാൻ മനുഷ്യനെ നല്ല ജീവൻ അങ്ങ് പോയി. എണീറ്റ് പൊടി കുട്ടിപ്പിശാചേ. അവൻ അലറിയതും അപ്പു ബാത്റൂമിലേക്ക് ഓടിയേ. നീ രാവിലെ തന്നെ ഐസ്ക്രീം ഇരുന്ന് കഴിച്ചു വല്ല അസുഖവും വരുത്തി വെക്കണ്ട പെണ്ണേ. രാവിലെ തന്നെ ഐസ്ക്രീം കഴിക്കുന്ന അപ്പുവിനോടായി നീലം പറഞ്ഞു. അസുഖം വന്നാൽ ഞാൻ സഹിച്ചു. ദേ കണ്ടോ, ഈ ശരീരം മുഴുവൻ ഇമ്മ്യൂണിറ്റി പവറാ. എനിക്കിങ്ങനെ അസുഖമൊന്നും വരില്ല. അത് കേട്ട് നീലനൊന്ന് അമർത്തി മൂളി. കൃത്യം ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് നീലന് വിളി വന്നു, അപൂർണയ്ക്ക് പണിയാണെന്ന്. അത് കേട്ട് നീലൻ വേഗം കോളേജിലെത്തി. വരുന്ന വഴി ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രിപ്പ് വിട്ടിട്ടാണ് വീട്ടിലേക്ക് വന്നത്. സത്യം പറ, എങ്ങനെയാണ് നിനക്ക് പനി വന്നപ്പോ? ബെഡ് റെസ്റ്റ് ചാരി ഇരിക്കുന്നവൾക്ക് മുന്നിൽ കൈ കെട്ടിയെന്ന് ആരതി ചോദിച്ചു. നിന്റെ മുഖം കണ്ടാത്തൊന്നും പനി വന്ന് വിളിച്ചു വരുത്തിയതാണ് ഞാനെന്ന്. അസുഖങ്ങൾ താരം വരുന്നതല്ലേ. വയ്യെങ്കിലും അപ്പു വിട്ടുകൊടുത്തില്ല. നീ വെറുതെ ഉരുണ്ട് കളിക്കണം. നീ ഐസ്ക്രീം കഴിച്ചാ? ഐസ്ക്രീമാ? ഞാനാ? അവളൊന്ന് പരിങ്ങി. നീ എന്താ അങ്ങനെ ഒരു സാധനം കേട്ടിട്ടില്ലേ? അത് കേട്ട് അപ്പു നീലനെ ഒന്ന് നോക്കി. നീലൻ അവളെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്ക് അരുൺ അവിടേക്ക് വന്നു. എങ്ങനെയുണ്ട് പനി? കുറവുണ്ടാ? മരുന്ന് കഴിച്ചപ്പോൾ കുറവുണ്ട്. ആരതിയാണ് മറുപടി പറഞ്ഞത്. എന്നാലും 2 ദിവസം വീട്ടിൽ നിന്ന് നിൽക്കണോ അപ്പോൾ? അരുൺ ചോദിച്ച അപ്പു നീലനെ ഒന്ന് നോക്കി. അവൻ വേറെ എവിടേക്കോ നോക്കി നിൽക്കുകയാണ്. ഇവിടെ 2 ദിവസം വീട്ടിൽ കൊണ്ടുപോയി നിർത്തിട്ട് കാർത്തി. അപ്പുവിൻ്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഇല്ലാത്തതിനാൽ അരുൺ നീലനോട് ചോദിച്ചു. അവൾക്ക് നിൽക്കണമെങ്കിൽ നിന്നോട്ടെ. അത്രമാത്രം പറഞ്ഞ് നീലം പുറത്തേക്ക് പോയി. അതിന് പിന്നാലെ അരുണും. ഞാൻ ചായ ഉണ്ടാക്കാം. അത് പറഞ്ഞ് ആരതി റൂമിൽ നിന്ന് പോയി. നീല എന്നോട് മിണ്ടാതെ. എന്നെ ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞത് വെറുതെയാ. ഞാൻ പോവും എൻ്റെ വീട്ടിലേക്ക്. ഒറ്റയ്ക്കാവുമ്പോൾ എൻ്റെ വില മനസ്സിലാവും. പക്ഷേ തനിക്ക് നീലയില്ലാതെ പറ്റുമോ? എൻ്റെ നീലയില്ലാതെ ഞാൻ ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക്? എനിക്ക് അവനെ പിന്നേക്കാൻ പറ്റുമോ? അവൾ സ്വയം ചോദിച്ചു. ആരതി ചായയുമായി ഡൈനിങ് ടേബിളിൻ്റെ അരികിലേക്ക് വന്നു. എല്ലാവരും ചായ കുടിക്കാനായി വിളിച്ചു. നീ റെഡിയായില്ലേ അപ്പോൾ? ഞാൻ വരുന്നില്ല ഏട്ടാ. അതെന്താ? കാർത്തി സമ്മതിക്കില്ലാന്ന് കരുതിയിട്ടാണോ? അതൊന്നുമില്ല, ഞാൻ വരുന്നില്ല. വായപ്പോ, രാത്രി ഇനിയും വയ്യാതെയായ കാർത്തിയേട്ടന് ബുദ്ധിമുട്ടാവും, ആരതി പറഞ്ഞു. അവള് വരുന്നില്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കണ്ട, ഞാൻ നോക്കിക്കോളാം പൂർണ്ണയെ. പക്ഷെ കാർത്തിയേട്ട ഏട്ടൻ വിചാരിക്കുന്ന പോലെയല്ല. ഇവക്ക് പനി വന്നാൽ നല്ല ബുദ്ധിമുട്ടാ. നടുവേന, കാലുവേന, അങ്ങനെ മൊത്തത്തിൽ വേദനയായിരിക്കും. സാരമില്ല, നീലൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. നല്ല മഴ വരുന്നുണ്ട്, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ഗ്ലാസ്സിലെ ചായ മുഴുവൻ കുടിച്ച് അരുൺ ആരതിയോട് ചോദിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ ഇറങ്ങാട്ടാ. അവർ 2 പേരും ഇറങ്ങി. അരുണിൻ്റെ ബൈക്കിൻ്റെ ഗേറ്റ് കടന്നു പോയത് നീലൻ ഫോണിൽ നോക്കി തിണ്ണയിലിരുന്നു. തിണ്ണയിൽ തോണി ചാടിയിരിക്കുന്ന നീലൻ്റെ തോണിൽ തട്ടി അപ്പു വിളിച്ച് നീലൻ ഫോണിൽ നിന്ന് തല ഉയർത്തി നോക്കി. എന്നോട് ദേഷ്യാണോ? അല്ല, അവൻ ഗൗരവത്തിൽ പറഞ്ഞ് വീണ്ടും ഫോണിലേക്ക് നോക്കി. പിന്നെ നീ എന്താ എന്നോട് മിണ്ടാത്തേ? നീ എന്താ എന്നോട് പറയാതിരുന്നേ? എന്ത്? തണുപ്പുള്ളത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നീ എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരുമായിരുന്നു. അത് കേട്ട് നീലം മറുപടി ഒന്നും പറയാതെ വീണ്ടും ഫോണിൽ നോക്കിയിരുന്നു. നോക്കിക്കോ, എന്നോട് സംസാരിക്കാത്തവരോട് ഞാനും സംസാരിക്കില്ല. അത് പറഞ്ഞ അപ്പു തിരിഞ്ഞു നടന്ന നീലൻ അവളുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് വയ്യാന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എത്ര പേടിച്ചു എന്നറിയോ? അത് ഞാൻ കാരണമാണ് നിനക്ക് വയ്യാതായതെന്ന് അറിഞ്ഞത്. എനിക്ക് നീല സോറി, നീ ഒന്നും ചെയ്തിട്ടില്ല. ഞാനല്ലേ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞേ. സോറി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അവൾ കാതിൽ കൈവച്ച് പറഞ്ഞു. നീലൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ തൻ്റെ മടിയിലേക്ക് ഇരുത്തി. ഒരു കൈ കൊണ്ടും
ചുറ്റിപ്പിടിച്ച് അപ്പുറത്തേക്ക് നോക്കിയിരുന്നു. പുറത്ത് ചെറുതായി മഴ ചാറാൻ തുടങ്ങിയിരുന്നു. നീല ഒന്നുമില്ല. അവൾ അവൻ്റെ കവളിലൊന്നും മോഹിച്ച് വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്നു. തണുപ്പ് കൂടി ഞാൻ കത്തേക്ക് പൊക്കോന്, പണി കൂടണ്ട. വേണ്ട, അത് പറഞ്ഞ വീണ്ടും അവളുടെ നെഞ്ചിലേക്ക് ചേർന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ ഇരുവരും ചാറ്റലുമായി നോക്കിയിരുന്നു. അത്രയും മധുരമായ ഒരു മൗനം അവർക്കിടയിൽ നിന്നു. ആ നിമിഷം നീലൻ്റെ ഹൃദയമെടുപ്പ് പോലും അവൻ്റെ പ്രാണൻ്റെ പകുതിക്ക് വേണ്ടിയായിരുന്നു. പ്രണയിക്കാൻ കാലം അവന് വേണ്ടി മാറ്റിവെച്ച അവൻ്റെ പ്രാണൻ്റെ പാതിക്കായി മാത്രം. ഈ പൊട്ടുകുറ്റിയെടുത്ത് മഴയത്ത് നീ എങ്ങോട്ടാ? വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞ് പൊട്ടുകുറ്റിയായി ഉമ്മറത്തേക്ക് വരുന്ന നീലനെ കണ്ട അപ്പു ചോദിച്ചു, മഴയത്തിരുന്ന് പുട്ടുണ്ടാക്കാനാണോ? നല്ല രസാ, നീ വരുന്ന? പുട്ടാ? മഴയത്താ? ആവി പിടിക്കാനടി പൊട്ടി. അപ്പം നിനക്ക് ജലദോഷം വന്നോ? ഇതെനിക്കല്ല, നിനക്കാ. അത് പറഞ്ഞ നീലം പാത്രം അവളുടെ മുന്നിലായി വെച്ച് ഒരു തോർത്തും കൊടുത്തു. നല്ല ചൂടുണ്ട്, സൂക്ഷിച്ചാവി പിടിക്കേ. അത് പറഞ്ഞ് അവൻ അവളുടെ അടുത്തായിരുന്നു. അപ്പുവിന് വയ്യാത്തതുകൊണ്ട് രാത്രി കഞ്ഞിയായിരുന്നു ഉണ്ടാക്കിയത്. ഒരുപാട് നിർബന്ധിച്ചാണ് അവൾ കുറച്ചെങ്കിലും കുടിച്ചത്. മരുന്ന് കഴിച്ചതും അപ്പു കിടന്നു. നീലം ബുക്കെടുത്ത് പഠിക്കാനിരുന്നെങ്കിലും മനസ്സെവിടെയും ഉറയ്ക്കാത്തതിന് ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്നു. ഒന്ന് ഉറങ്ങി എണീറ്റ നീലൻ അടുത്ത അപ്പുവിനെ നോക്കിയെങ്കിലും കാണാനില്ല. അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ബെഡ് ലാമ്പ് ഓൺ ചെയ്തതും ചുമരിനരികിലൊരു നീലൻ രൂപം. അവൻ വേഗം എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തതും ചുമരി ചാരി കണ്ണു നിറച്ചിരിക്കുന്ന അപൂർണ. എന്തേ? അവൻ അവളുടെ അരികിൽ വന്ന് മുഖത്തേക്ക് പാറി വീണ മുടി ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് കാല് വേദനിക്കുക, അവൾ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അന്നേ ഞാൻ നോക്കട്ടെ. നീലൻ അവളുടെ കാൽ നീട്ടി വെച്ച് പതിയെ തലവിൽ കൊടുത്തു. 2 കാലം എനിക്കുണ്ടാ? അവൾ മൂളി. അന്ന് വെളുക്കോളം നീലൻ അവളുടെ കാല് തടവി കൊടുത്തു. പിറ്റേന്ന് നേരം പുലർന്നു അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തപ്പോഴാണ് വേദന കുറഞ്ഞത്. ഉച്ചവരെ അപ്പോൾ ആകെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു. എങ്കിലും ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് ഏറെക്കുറെ ഓക്കെ ആയി. എന്താ ചെയ്യണേ നീല? പാടത്ത് പണിക്കാരുണ്ട്, അവിടേക്ക് കൊണ്ടുപോകാനായിട്ടേ. ഇതെന്താ ഇങ്ങനെ ഒരു നാറ്റം? പിന്നെ പാടത്തിടുന്ന വളത്തിന് ഈ നാറ്റെല്ലാം മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാവുമോ? കാർത്തി കുഞ്ഞേ. അപ്പോഴേക്കും പുറത്തുനിന്ന് ആരുടെയോ വിളി വന്നു. വളം കൊണ്ടുപോകാൻ വന്നാ കുഞ്ഞേ? ഡാ, ഈ ചാക്കിലുള്ളത് ചേട്ടാ, ഞാനും കൂടെ വരാം. അയാൾക്കൊപ്പം നീലന് മുറ്റത്തേക്ക് ഇറങ്ങി. നീല, ഞാനും വരട്ടെ? പിന്നിൽ നിന്ന് അപ്പു വിളിച്ചു ചോദിച്ചു. വേണ്ട, പനിയൊന്ന് പറഞ്ഞിട്ടുള്ളോ, ഇനി ആ തണുപ്പത്ത് വന്ന് പനി കൂടണ്ട. ഞാനും വരും. ചേട്ടൻ നടന്നു, ഞാൻ അപ്പം വരാം. നീലൻ അയാളോട് പറഞ്ഞ് അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു. നിനക്ക് എന്നിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇല്ലാടാ, അവളും ഇടുപ്പി കൈ കുത്തി എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എവിടേക്കും പോണില്ല. നീലൻ തിണ്ണയെ ഗൗരവത്തിലിരുന്നു. നീല പ്ലീസ്, നമുക്ക് പോവാം. വേണ്ട പ്ലീസ്. എന്തിനാ നീ ഇങ്ങനെ വാശി പിടിക്കണ പൂർണ്ണ? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. നീ എങ്ങോട്ടാന്ന് വെച്ചപ്പോക്കോ, ഞാൻ വരുന്നില്ല. അതിനായിരുന്നെങ്കിൽ എന്നെ കൊണ്ടുപോയേനെ. അത് പറഞ്ഞ് ആ പൂർണ്ണ അകത്തേക്ക് പോയി. ഇതിലും ഭേദം ഞാൻ ഇവിടെ തന്നെ ഇരിക്കണമായിരുന്നു നീല. അപ്പോൾ കണ്ണാടി തൻ്റെ രൂപം നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡ്രസ്സിനും ഇതേ ഒരു ഓവർകോട്ട്, തലയിൽ മങ്കി ക്യാപ്പ്, 2 കൈയിലും ഗ്ലൗസ്, കാലിൽ സോക്സ്, കഴുത്തിൽ ഒരു ഷാളും ചുറ്റിയിട്ടുണ്ട്. വാ, ഇനി ഇറങ്ങാം. അത് പറഞ്ഞ നീലം പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ അപ്പുവും. വാതിലടച്ച് അപ്പുവിൻ്റെ കയ്യും പിടിച്ച നീലം മുന്നോട്ട് നടന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, അവരെല്ലാവരും എന്നെ നോക്കി ചിരിക്കും. ഇവിടെ നിൽക്കാനാണ് നീ വന്നേ? ആരും കളിയാക്കില്ല. അവളുടെ കയ്യിൽ പിടിച്ച് നീലം പാടവരമ്പത്തിലൂടെ മുന്നോട്ട് നടന്നു. അപൂർണ കുഞ്ഞിന് പനി മാറിയോ? പണിക്കാരിൽ ഒരാൾ ചോദിച്ചതും ഞാറ് പറിക്കാൻ വന്ന ചേച്ചിമാരെല്ലാം തൈല ഉയർത്തിയാളെ നോക്കി. കുറവുണ്ട്, അവൾ നീലൻ്റെ മാറിലേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു. അതോടെ അവരുടെ പണികളിലേക്ക് അവരും തിരിഞ്ഞു. വാ. നീലൻ അവളുടെ തോളിലൂടെ കൈയിട്ട് മുന്നോട്ട് നടന്നു. ഇതെല്ലാം നിൻ്റെയാണോ നീല? അല്ല, പിന്നെ ആരുടെയാ? നമ്മുടെ. കണ്ണു ചിമ്മി നീളം പറഞ്ഞതും ആ പുഞ്ചിരി അപ്പുവിൻ്റെ മുഖത്തേക്കും പടർന്നു.